വലിയൊരു ജനാവലിയല്ല ഈ സമ്മേളനത്തിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, മറിച്ച് ഓരോ ജില്ലയിലെയും നേതൃത്വമാണ്. വൈകുന്നേരം പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കഴിഞ്ഞ ജില്ലകളിലൊക്കെ വലിയ ജനാവലിയുടെ പങ്കാളിത്തമുണ്ടായിരുന്നു, വിശേഷിച്ച് വടക്കൻ കേരളത്തിൽ. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലൊക്കെ പങ്കെടുത്തവർ എത്ര ആയിരമെന്ന് തിട്ടപ്പെടുത്താൻ വയ്യ, അത്രയ്ക്കായിരുന്നു. അതും ആവേശോജ്വലമായിട്ട്. പക്ഷേ സത്യസന്ധമായൊരു വിലയിരുത്തൽ നടത്തിയാൽ എറണാകുളത്തിന് ഇങ്ങോട്ട് എന്തോ ഒരു തണുപ്പ്, ഞങ്ങളിതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളൊരു എന്തോ ഒരു ഭാവം നമ്മുടെ സമാജത്തിലുണ്ടോ എന്ന് സംശയം തോന്നുന്നുണ്ട്. ഇത് പൊതുവേദി പറയില്ല, നിങ്ങളോട് പറയുകയാണ്. അതിൻ്റെ പരിണാമങ്ങളും ഉണ്ട്. ഈ വർഷം തന്നെ ഈ ആറന്മുള പ്രസിദ്ധമാണല്ലോ, ഇവിടുത്തെ വള്ളംകളിയും സദ്യയും. ഭഗവാന് നേദിക്കുന്നതിന് മുമ്പ് മന്ത്രിക്ക് നേദിച്ചു. എവിടെ എത്തി നമ്മൾ? എത്ര പേർക്ക് വേദനിച്ചു? ചിന്തിക്കുക. വേദനിച്ച് ദുഃഖിതരായിരിക്കുകയല്ല വേണ്ടത്. കാരണം നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് സ്വന്തം കർത്തവ്യം മറന്ന് ആയുധം താഴെ വെച്ച് നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടിയ അർജുനനെ ഉദ്ബോധിപ്പിച്ച ഭഗവാന്റെ സന്നിധിയിലാണ്. അത് നമ്മൾ മറന്നുപോയി. കൃപയാവിഷ്ടം, അശ്രുപൂർണാകുലക്ഷണം, വിഷീദന്തം എന്നൊക്കെയാണ് വ്യാസഭഗവാൻ ആ അർജുനനെ വിശേഷിപ്പിച്ചത്. അവൻ ആരാ? വില്ലാളി വീരനാണെന്ന് മാത്രമല്ല, സാക്ഷാൽ പരമശിവനോട്, കിരാതമൂർത്തിയോട് എതിരിട്ട് സമം പിടിച്ചു നിന്നവനാണ്. അങ്ങനെ പാശുപതം നേടിയവനാണ്. അങ്ങനെയുള്ള അർജുനൻ നിറഞ്ഞ കണ്ണുകളുമായി എന്നെ ഒന്നിനും കൊള്ളില്ലേ, അജ്ഞാനിയാണ്, ഇനിയിപ്പോൾ വിവരമില്ലാത്ത അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയ അത് സഹിക്കാൻ ബാധ്യസ്ഥനാണ്. ആവർത്തിക്കുന്നു, വിവരമില്ലാത്ത അവർ വല്ലതും കാട്ടിക്കൂട്ടിയ സഹിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെയൊന്നും അർജുനൻ പറഞ്ഞിട്ടില്ല സ്വാമി. പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായം ശ്രദ്ധയോടുകൂടി പഠിക്കുക. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭി പാപാദസ്മാൻ നിവർത്തിതും എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് മലയാളത്തിൽ അർത്ഥം. നമ്മളൊക്കെ സഹിക്കേണ്ടവരല്ലേ? എന്ത് നമ്മളെ തലക്കിട്ട് കയറിയാലും നമ്മൾ സഹിക്കേണ്ടവരല്ലേ എന്ന് ചോദിച്ച് നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി ഇരുന്ന അർജുനനെ നഷ്ടോ മോഹ സ്മൃതിർലബ്ധ ത്വത്പ്രസാദാത്മയാച്യുത, എൻ്റെ മോഹം നഷ്ടമായിരിക്കുന്നു, എനിക്ക് കർത്തവ്യതാബോധം തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നും പറഞ്ഞ് അമ്പും വില്ലും എടുക്കാൻ പ്രേരിപ്പിച്ച ഉപദേശം നൽകിയ ഭഗവാനെ പൂജിക്കുന്ന നമുക്ക്, ഭഗവാന് നേദിക്കുന്നതിന് മുമ്പ് മന്ത്രിക്ക് നേദിച്ചത് കണ്ടിട്ടും ഒരു പരിവർത്തനവും ഇല്ലെങ്കിൽ നിങ്ങളോട് കടലിൽ പോയി ചാടാൻ പറയാൻ വയ്യ. കാരണം ഇവിടെ കടൽ തീരം ഇല്ല എന്നാണ് മനസ്സിലാക്കിയത്. ഉണ്ടോ? കടൽ തീരം ഉണ്ടോ? ഇല്ല. ആറിൽ പോയിട്ട് ചാടിയിട്ട് കാര്യമില്ല. അത് പരിശുദ്ധമാവുക. കുളിച്ചാൽ പമ്പയെ കുളിച്ചാൽ പാപങ്ങളൊക്കെ നീങ്ങി പരിശുദ്ധരാകും. അത് വേണ്ട. കുറച്ച് ദൂരം സഞ്ചരിച്ചാലും കുഴപ്പമില്ല, നീണ്ട കടലുണ്ട്, അവിടെ പോയി ചാടി ചാവുന്നതാണ് നല്ലത്.
ഒരു പ്രശ്നമില്ല, നമുക്കൊരു വേദനയില്ല. നമ്മുടെ സമാജത്തിൻ്റെ അവസ്ഥ എവിടെ എത്തിയിരിക്കുന്നു? ഏതൊരു മൗഢ്യത്തിലേക്ക് നമ്മൾ അകപ്പെട്ടിരിക്കുന്നു? തത്വമസിയും അഹംബ്രഹ്മാസ്മിയും പറയേണ്ടുന്ന ജിജ്ഞാസുക്കളുടെ മുമ്പിൽ അത് പറയണം, അത് ഉപദേശിക്കണം. പക്ഷെ ധർമ്മകുശലരായി തൻ്റെ ഇടത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടുന്ന സമാജത്തിൻ്റെ മുമ്പിൽ ആ കരുത്തിൻ്റെ സന്ദേശമാണ് നമുക്ക് ആചാര്യന്മാർ തന്നത്. ധർമ്മോപദേശം കഴിഞ്ഞേ വേദാന്തോപദേശമുള്ളൂ. അല്ലെങ്കിൽ മൂഢതയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നവരാകും. ലോകത്തിൽ ഏറ്റവും അധികം തീർത്ഥാടകർ ഒന്നിച്ച് ഒരിടത്ത് വരുന്നത് ശബരിമലയിലാണ്. ആ ശബരിമലയിൽ ഞാൻ സ്കൂളിൽ പോകുന്ന സന്യാസത്തിനൊക്കെ മുമ്പ്, എത്രയോ മുമ്പ് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ശബരിമലയിലെത്തി. അതിനുശേഷം എത്ര പ്രാവശ്യം പോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ആദ്യം പോയ സ്മൃതിയാണ് ഇപ്പോഴും ഉള്ളത്. അതിനുശേഷം എത്രയോ പ്രാവശ്യം പോയി. പക്ഷെ ആദ്യം പോയ സ്മൃതി അവിടെ വിരിവെച്ച് കൂട്ടമായി ശരണം വിളിച്ച് അവിടെ താമസിച്ച്, അതിനു മുമ്പ് ഒരിക്കലും മറക്കാത്ത പമ്പാസ്നാനവും പമ്പാസദ്യയും അതിൽ പങ്കെടുത്ത് ആ വിധി വെച്ചെടുത്തുനിന്ന് ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ പോയി ഉരൽക്കുഴി തീർത്ഥത്തിൽ കുളിച്ച് ആ ഒരു സ്മൃതി, അത് ജീവിതത്തിൽ മായാത്ത സ്മൃതിയാണ്. ഇന്ന് പമ്പാസദ്യ എടുത്തു മാറ്റപ്പെട്ടു. ഇന്ന് ഭക്തന്മാർക്ക് അവിടെ വിരിവെക്കുന്ന സംവിധാനം എടുത്തു മാറ്റപ്പെട്ടു. അന്ന് വിരിവെക്കുന്നതിന് പണമില്ല, ഭക്തന്മാർക്ക് പോകാൻ വിരിവെക്കാം. അല്ല, ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ വരികയാണെന്ന് ആരും വിഡിത്തം പറഞ്ഞേക്കരുത്. കാരണം പ്രത്യക്ഷമായും പരോക്ഷമായും സർക്കാരിന് ഏറ്റവും വരുമാനം, കേരള സർക്കാരിന് ഏറ്റവും വരുമാനം ലഭിക്കുന്ന കാലഘട്ടമാണ് ശബരിമല തീർത്ഥാടന കാലഘട്ടം. വലിയ സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല, വിരിവെക്കാൻ ഷെഡ് മാത്രം മതി. 1000 ഷെഡ് അവിടെ ഉണ്ടാക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. അവിടുത്തെ ആരാധനാ വിധാനങ്ങൾ നഷ്ടമായിരിക്കുന്നു. ഭഗവാൻ ഏറ്റവും പ്രത്യേകമായി വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യാൻ പോലും നമുക്ക് അവസ്ഥയില്ല. എവിടുന്നോ ആരോ കോൺട്രാക്ട് അനുസരിച്ച് ഉണ്ടാക്കുന്ന ദ്രവ്യങ്ങൾ പ്രസാദം എന്ന പേരിൽ വാങ്ങിക്കൊണ്ടുവരുന്ന മൂഢന്മാരായി നമ്മൾ തീർന്നിരിക്കുന്നു. ശരണം വിളിക്കുമ്പം വിളിക്കും, നെയ്യഭിഷേകം സ്വാമിക്ക്, കർപ്പൂര ദീപം സ്വാമിക്ക്, ഇങ്ങനെ പലതും വിളിക്കും. വിളിയൊന്നും നമ്മൾ മറന്നിട്ടില്ല. പക്ഷെ അത് വല്ലതും അവിടെ ഉണ്ടോ? അവിടെ വിരിവെച്ച് ഭക്തനെ ഉപാസിക്കാനുള്ള സംവിധാനം ഉണ്ടോ? അല്ല, സംവിധാനങ്ങൾ മുഴുവൻ തട്ടിയെടുത്ത് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഉള്ള സൗകര്യങ്ങളാക്കി മാറ്റിയോ? അവിടുന്നും വിട്ട് എത്ര കൊല്ലങ്ങളായി ദേവസ്വങ്ങളിൽ ഓഡിറ്റ് നടന്നിട്ട് നമുക്ക് അന്വേഷിക്കണ്ടേ? പണം കൊണ്ട് ഇടുവല്ല ഭണ്ഡാരത്തിൽ. എത്ര കാലമായി ദേവസ്വങ്ങളിൽ ഓഡിറ്റ് നടന്നിട്ട്?
ഇനി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കേവലം റെസീറ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്സിൻ്റെ കണക്ക് മാത്രമല്ല, സമർപ്പിക്കപ്പെടുന്ന ദ്രവ്യങ്ങളടക്കം എത്രയോ പേര് ഹൃദയം നൊന്ത് ഭഗവാനിൽ ഭഗവതിയിൽ സമർപ്പിക്കുന്ന വസ്തുക്കൾ അടിച്ചു മാറ്റുന്ന സ്ഥാപനങ്ങളാക്കി ഇവയെ മാറ്റുമ്പോൾ പ്രത്യക്ഷമായി ഭക്തന്മാർ കാണുന്ന ദ്വാരപാലകനെ പോലും കൊണ്ടുപോകാൻ കള്ളന്മാർക്ക് സാധിക്കുമ്പോൾ പിന്നെയും അവിടെ പോയി പണമിടുന്ന മൂഢന്മാർ അറിവില്ല പൈതങ്ങൾ എന്നല്ലാതെ എന്തു പറയും? ചിന്തിക്കുക. അതുകൊണ്ട് നല്ലോണം ശരണം വിളിക്കുക, അറിവില്ല പൈതങ്ങളാണ് പൊന്നു ഭഗവാനെ. ഇതേ തോതിൽ പോയി കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഈ പോക്ക്? കാരണം ദേവസ്വങ്ങളിലേക്ക് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന രീതി ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പൊ ചെറിയ ഉദാഹരണത്തിന്, എല്ലാ ജില്ലകളുടെയും റെപ്രസെൻറ്റേഷൻ ദേവസ്വത്തിലേക്ക് മെമ്പറെ തിരഞ്ഞെടുക്കുന്നതിന് വേണമെന്നൊരു സങ്കല്പം നമ്മൾ മുന്നോട്ട് വയ്ക്കുക. 140 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര കോൺസ്റ്റിറ്റ്യുവൻസി, വിശ്വാസവും വിശ്വാസമില്ലായ്മയൊക്കെ പോട്ടെ, നാളെകളിൽ ഹിന്ദുക്കളുണ്ടാവും? ഗൗരവതമമായ ചോദ്യമാണ്. കഴിഞ്ഞ വർഷം സ്കൂളിൽ മൊത്തം അഡ്മിഷൻ നേടിയ കുട്ടികളുടെ 24% മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമുള്ളവരാണ്. മൊത്തം 14 ജില്ലകളിലും വെച്ച് 1ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നേടിയ കുട്ടികളിൽ 24% ഒരൊറ്റ ജില്ലയിൽ നിന്നാണ്. എന്ന് പറയുമ്പോൾ ജനസംഖ്യ അനുപാതത്തിലാണ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ വിഭജനം എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ നാളെ എത്ര പേരായിരിക്കും ഈ ദേവസ്വങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക? സി അച്യുതമേനോനെ പോലുള്ള മഹാന്മാർ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവായിരുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തെ എന്തുകൊണ്ട് മഹാൻ എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടല്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്ഷേത്രോപാസനയിൽ വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ ദൈവവിശ്വാസിയല്ല, അതുകൊണ്ട് ദേവസ്വത്തിലേക്ക് അംഗത്തെ തിരഞ്ഞെടുക്കാൻ ഞാൻ വോട്ട് ചെയ്യില്ല. അതിൽ നിന്ന് വിട്ടുവന്നു. അതിനുശേഷം അതിനു മുമ്പ് ഒറ്റ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിട്ടില്ല അത് പറയുന്നതായിട്ട്. ഇങ്ങനെ അപമാനിക്കപ്പെടുന്നൊരു സമൂഹമായി ഇനിയും ഇവിടെ ഹിന്ദു ജീവിച്ചാൽ മതിയോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ പാർത്ഥസാരഥിയുടെ മണ്ണിലിരുന്ന് ചിന്തിക്കുക. ചിന്തിച്ചേ മതിയാവും. ആ ചിന്ത ചില തീരുമാനങ്ങളിലേക്ക് എത്തിക്കണം. ആ തീരുമാനം നമ്മൾ നായരാണോ ആയിക്കോളൂ, നമ്മൾ ഈഴവരാണോ ആയിക്കോളൂ, നമ്മൾ തീയരാണോ ചെറുമരാണോ പുലയരാണോ പാണരാണോ പറയരാണോ കുറവരാണോ നമ്പീശനാണോ മാരാരാണോ വാരരാണോ ഭട്ടതിരിയാണോ എന്തോ ആയിക്കോളൂ, ഒരു വിരോധവും ഇല്ല. അത്തരം സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരാണോ ആയിക്കോളൂ, നല്ല രീതിയിൽ ആ പ്രസ്ഥാനത്തെ നടത്തൂ. പക്ഷേ ഹിന്ദു എന്ന തായ്വേരുണ്ടെങ്കിൽ മാത്രമേ ഈ സമുദായങ്ങളൊക്കെ തന്നെ ഉള്ളൂ എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. ഹിന്ദു എന്ന തായ്വേരില്ലെങ്കിൽ ഇപ്പറഞ്ഞ സമുദായങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഈ ഓർമ്മയോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. ഇവിടെ ദീർഘമായൊരു ഭാഷണത്തിന് മുതിരുന്നില്ല. നമ്മൾ ഈ ജില്ലയിൽ തുടങ്ങിയത് തന്നെ 1 മണിക്കൂർ വൈകിട്ടാണ്. അതുകൊണ്ട് ദീർഘമായ ഭാഷണത്തിന് പോകുന്നില്ല. പക്ഷെ ഇത് മാത്രം ആവർത്തിക്കും. നിങ്ങൾ ഏത് ജാതി സമുദായ അഭിമാനത്തോട് കൂടിയവരാണോ അതിനെ ഞാൻ എതിർക്കുന്നില്ല, അതൊക്കെ ഉണ്ടാവട്ടെ. പക്ഷേ ഹിന്ദു
ഈ ഹിന്ദു എന്ന തൈവേരുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ഉള്ളൂ എന്ന തിരിച്ചറിവ്, അത് നമ്മുടെ സംഘടനകളിലൂടെ, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലൂടെ കാണിച്ചു കൊടുക്കാൻ, പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഇതാ ഈ മഹാക്ഷേത്രങ്ങളുടെ ഭൂമിയായിട്ടുള്ള പത്തനംതിട്ടയിൽ ഈ മഹാക്ഷേത്രങ്ങളൊന്നും നമ്മുടേതായിട്ടുണ്ടാവില്ല നാളെ. ഭഗവാൻ രക്ഷിച്ചോളുന്ന ആരെങ്കിലും പറഞ്ഞാൽ ആ മൂഢരോട് ഒന്നും നമുക്ക് പറയാനില്ല. മറിച്ച് നമ്മുടെ ആചാര്യന്മാർ നമ്മോട് പറഞ്ഞു തന്നത് ധർമ്മയേവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിതഃ തസ്മാത് ധർമ്മോ ന ഹന്തവ്യോ മാനോ ധർമ്മോ ഹതോ വധീത്. വളരെ പ്രധാനപ്പെട്ട മനുവിൻ്റെ ഒരു വാക്യമാണിത്. ഹനിക്കപ്പെടുന്ന ധർമ്മം ഹനിക്കുന്നു നമ്മെ, രക്ഷിക്കപ്പെടുന്ന ധർമ്മം നമ്മെ രക്ഷിക്കുന്നു. അതുകൊണ്ട് നശിപ്പിക്കപ്പെടുന്ന ധർമ്മം നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ. മാനോ ധർമ്മോ ഹതോ വധീത്. വല്ലാത്തൊരു വാക്യമാണത്. നിങ്ങളാൽ നശിപ്പിക്കപ്പെടുന്ന ധർമ്മം നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് മനു പറഞ്ഞത്. അവിടുത്തെ പ്ലഗ് പോയിന്റിലേക്ക് ഞാൻ പോയി വിരലിട്ടാൽ ഷോക്ക് അടിക്കുമെന്ന് ഉറപ്പാണ്. ഷോക്ക് അടിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ പോയി വിരലിടാതിരിക്കണം എന്ന് അതിൻ്റെ അർത്ഥം. ആ അഗ്നിജ്വാലയിലേക്ക് ഞാൻ തീയിട്ടാൽ കൈ പൊള്ളുമെന്ന് ഉറപ്പാണ്. യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അഗ്നിജ്വാല സ്പർശിക്കാതിരിക്കണം. ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഒരിടത്തും വേറെ ആരോ വന്ന് ധർമ്മത്തെ സംരക്ഷിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യതാ ബോധത്തോടു കൂടി നമ്മുടെ സ്ഥാപനങ്ങളെ, നമ്മുടെ സമുദായങ്ങളെ, നമ്മുടെ ആചരണങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അതുപോലെ പ്രധാനമാണ് ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് സാമ്പത്തിക ഭദ്രത വേണം. സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു സമാജവും നിലനിൽക്കപ്പെടില്ല, ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൽ. അതുകൊണ്ട് നമ്മുടെ തൊഴിൽ മേഖലകളിൽ ബുദ്ധിപൂർവമായി കഠിനാധ്വാനം ചെയ്ത് കൃഷിയിലായാലും കച്ചവടത്തിലായാലും വ്യവസായത്തിലായാലും നമുക്ക് മുന്നേറാൻ സാധിക്കണം. എല്ലാ മേഖലകളിലും ഒന്നിലും പിന്നോക്കം പോകരുത്. കാരണം സാമ്പത്തികമായി താഴേക്ക് പോകുന്നവർ ചവിട്ടി മതിക്കപ്പെടും. അവർ ആശ്രിതരായിരിക്കും, അവർ വിധേയരായിരിക്കും. ഇത് വേദത്തിൻ്റെ സന്ദേശമാണ്. ദരിദ്രരെ സേവിക്കണം, സ്നേഹിക്കണം, പക്ഷെ ദാരിദ്ര്യത്തെ ഉപാസിക്കരുത്. ദുർബലരെ സ്നേഹിക്കണം, സേവിക്കണം, പക്ഷെ ദൗർബല്യത്തെ ഉപാസിക്കരുത്. നമ്മൾ കരുത്തിനെ ഉപാസിക്കുന്നവരാണ്. നമ്മുടെ ദേവീദേവന്മാർ മുഴുവൻ കരുത്തിൻ്റെ മൂർത്തികളാണ്. ഒരൊറ്റയാളും ദുർബലനില്ല.